സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കുമൊക്കെ വലിയ പ്രാധാന്യം നൽകുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളമായുണ്ട്. അത്തരക്കാർക്ക് സൗഹൃദ ബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലെങ്കിൽ പോലും അവരുടെ കുടുംബ ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ, വിയോജിപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിന് കാരണം പങ്കാളികളുമായുള്ള പൊരുത്തക്കേടുകൾ ഏതൊരു കുടുംബത്തിലും സ്വാഭാവികമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരക്കാർക്ക് അങ്ങനെയുള്ള ആളുകളുമായി ഒരുമിച്ച് ജീവിക്കേണ്ടി വരുമ്പോൾ അവരുടെ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും വേണ്ടി കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം പൊരുത്തക്കേടുകളെ സഹിക്കുവാനുള്ള ക്ഷമ ഈ വ്യക്തികൾക്ക് ഉണ്ടാവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് പലരും തന്റെ പങ്കാളി തന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ തന്നോട് മോശമായി പെരുമാറുന്നു, തന്നെ കേൾക്കുന്നില്ല, തന്നെ അവഗണിക്കുന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്റെ പങ്കാളിയെ എന്നേക്കുമായി സ്വന്തം ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടുന്നത് അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുന്നത്. എല്ലായ്പ്പോഴും ഒരു വൈവാഹിക ജീവിതത്തിൽ പങ്കാളികൾ തമ്മിൽ പൊരുത്തക്കേടുകളോ വിയോജിപ്പുകളോ ഉണ്ടാകാമെങ്കിലും അതെല്ലാം പരസ്പരം മനസ്സിലാക്കി ഉൾക്കൊണ്ട് ക്ഷമയോടെ ചേർത്ത് പിടിച്ച് ആവശ്യമെങ്കിൽ അവർക്ക് വേണ്ടുന്ന തെറാപ്പികളോ ചികിത്സകളോ നൽകി ആ വ്യക്തികളെ സ്വന്തം ജീവിതത്തിലേക്ക് തന്നെ കൂട്ടിച്ചേർക്കുന്ന, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയാവുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ മാനുഷികത ആവശ്യപ്പെടുന്ന ഒന്ന്. അങ്ങനെ കഴിയാതിരിക്കുമ്പോഴാണ് പലപ്പോഴും ഇത്തരക്കാർക്ക് സ്വന്തം പങ്കാളിയെ ടോക്സിക് എന്നൊക്കെ മുദ്ര കുത്തി അവരെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കി വിടേണ്ടി വരുന്നത്. സ്വന്തം പങ്കാളിയെ അവന്റെ തെറ്റുകുറ്റങ്ങളെ അല്ലെങ്കിൽ അവളുടെ തെറ്റുകുറ്റങ്ങളെ, അവളുടെ മോശം പെരുമാറ്റങ്ങളെ, അവളിൽ നിന്നുണ്ടാകുന്ന ടോക്സിക് ആയിട്ടുള്ള അനുഭവങ്ങളെ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിയെ അയാൾ അനുഭവിക്കുന്ന മാനസികമായ പ്രതിസന്ധികളിൽ നിന്നോ വൈഷമ്യങ്ങളിൽ നിന്നോ രക്ഷപ്പെടുത്താൻ താൻ കൂടി ഒത്തുചേർന്ന് അയാളെ സപ്പോർട്ട് ചെയ്ത് മാറ്റിയെടുക്കുക എന്ന ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം നിർവഹിച്ചാൽ എല്ലായ്പ്പോഴും കുടുംബ ദാമ്പത്യ ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കി തീർക്കുവാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്ന ഒരാൾ അവരുടെ ജീവിതത്തോട് മാത്രമല്ല, അവരുടെ കുട്ടികളുടെ വൈകാരികമായ ഭാവിയോട് കൂടിയാണ് യഥാർത്ഥത്തിൽ നീതി പുലർത്തുന്നത്.